നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയിഴ പോലും ഇറാനിൽ പ്രതിഷേധത്തിന്റെ അടയാളമാണ്. തോക്കിൻ മുനമ്പിൽ നിൽക്കുന്നത് പോലെയാണ് ഇറാനിലെ ഓരോ സ്ത്രീ പ്രക്ഷോഭകാരിയുടെയും ജീവിതം. അതിനു മുൻപിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിദ്യാർത്ഥിനിയായ മഹസ അമിനിയും മാധ്യമപ്രവർത്തകയായ നിലൂഫർ ഹമീദിയും മനുഷ്യാവകാശ പ്രവർത്തക വിദ മുവാഹിദും വിദ്യാർത്ഥികളായ മെയ്ദി ഹുജാബ്രിയും നർഗീസ് ഹുസൈനിയുമെല്ലാം ഇത്തരത്തിൽ മരണം പതിയിരിക്കുന്ന ഇടനാഴി സ്വയം തിരഞ്ഞെടുത്തവരാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തെ മൂടിയിരിക്കുന്ന വസ്ത്രധാരണ നിയന്ത്രണങ്ങളെ ഇറാനിൽ നിന്ന് നാടുകടത്താൻ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായവരാണ് ഈ പറയുന്ന ആളുകൾ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും അവിടെ ഇത് തന്നെയാണ് തുടരുന്നത്. പല പെൺകുട്ടികൾക്കും സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് ഇറാനിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ ടെഹ്റാനിൽ ഇറാനിലെ മതമൗലികവാദ ഭരണകൂടത്തിനെതിരെ സ്ത്രീകളുടെ രോഷം അവസാനിക്കുന്നില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം പൂർണ്ണ നഗ്നമായി പോലീസ് വാഹനത്തിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന യുവതിയുടെ വീഡിയോ പുറത്തുവിട്ടു. ഇറാനിയൻ ഭരണകൂടം ഏർപ്പെടുത്തിയ വസ്ത്രധാരണ നിയമത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവകാശപ്പെട്ടു. പ്രചരിക്കുന്ന വീഡിയോയിൽ സായുധരായ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ യുവതി പോലീസ് വാഹനത്തിന്റെ വിൻഡ്ഷീൽഡിൽ കയറി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങാൻ ആക്രോശിക്കുമ്പോൾ അവർ വാഹനത്തിന്റെ ഫ്ലാഷ് ലൈറ്റിന് മുകളിൽ കയറി നിന്ന് കൈകൾ വീശിക്കാണിക്കുന്നത് കാണാം. പിന്നീട് യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും വ്യക്തമല്ല. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിൽ രാത്രി വൈകിയാണ് സംഭവം നടന്നതെന്ന് ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ ദി സൺ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്ന യുവതിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും വാർത്തകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും വൈറലായിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയില്ല. ഇതിനു മുൻപും ടെഹ്റാനിലെ കസ്ര ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട മഹസ അമിനിയുടെ വിയോഗത്തിന് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ടെഹ്റാനിൽ സർവകലാശാലയിൽ മറ്റൊരു വിദ്യാർത്ഥിനി കൂടി ഭരണകൂടത്തോട് കലഹിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ അഹു ദാരിയോയ് എന്ന വിദ്യാർത്ഥിനി ആൾക്കൂട്ടത്തിന് നടുവിൽ ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഇറാൻ ഭരണകൂടത്തിനെതിരെ ചോദ്യമെറിഞ്ഞിരുന്നു. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്കുള്ളിൽ വെച്ച് തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയത് അവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ് തനിക്കേറ്റ അപമാനത്തെ അഹു ദാരിയോയ് മായ്ച്ചു കളഞ്ഞത്. ഇപ്പോൾ അവൾ എവിടെയാണെന്നും ആർക്കും അറിയില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ അഹു ദാരിയോയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്നാണ് ഭരണകൂടത്തിന്റെ ഭാഷ്യം. അടുത്തിടെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പുതിയ ബിൽ ഭരണകൂടം കൊണ്ടുവന്നിരുന്നു. പൊതുസ്ഥലത്ത് അനുചിതമായി വസ്ത്രം ധരിച്ച് കാണപ്പെടുന്ന ഏതൊരു സ്ത്രീയെയും ഉടൻ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ഇറാന്റെ പുതിയ പ്രസിഡന്റ് പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയൻ അധികാരം ഏറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഹിജാബ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുമെന്നത് പെസഷ്കിയാന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ അധികാരം ലഭിച്ചതോടെ അതെല്ലാം പ്രസിഡന്റ് മറന്ന മട്ടാണ്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വാക്കുകൾക്ക് വിരുദ്ധമായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ പെസഷ്കിയാന് കഴിയുന്നില്ല. കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അതേ പാതയിലൂടെയാണ് പെസഷ്കിയാന്റെ സഞ്ചാരവും.